നമസ്കാരം. നമുക്ക് ഓണാഘോഷങ്ങളും ഒക്കെയായി ഓണക്കാലം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പല ഭാഗങ്ങളിലും ഓണാഘോഷം തകൃതിയായി നടക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ മാത്രമാണ് ഓണാഘോഷങ്ങൾക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിലക്കെന്നല്ല, അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഓണാഘോഷം പൊടി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓണത്തെ വരവേൽക്കാനായി എല്ലാ മലയാളികളും തയ്യാറെടുത്ത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നമ്മൾ ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള ചിലർക്ക് ഓണമില്ല. ഓണം അവർക്ക് നഷ്ടപ്പെടാനുള്ള കാരണം ജൂലൈ മാസം 30 ആ ദിവസം ഒഴുകിയിറങ്ങി വന്ന മലവെള്ളപ്പാച്ചിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗം, വലിയ വിഭാഗം നമ്മുടെ സഹോദരങ്ങൾ അവിടെയുണ്ട് ഇപ്പോഴും വയനാട്ടിൽ. നമുക്കറിയാം, അതിനുശേഷം ആ ജൂലൈ 30 എന്ന് പറയുന്ന ആ കറുത്ത ദിനത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിൽ നമുക്ക് നഷ്ടപ്പെട്ടത് 336 പേരായിരുന്നു നമ്മുടെ സഹോദരങ്ങൾ. അതായത് 300-ലധികം, ഏകദേശം 400-ഓളം അടുക്കുന്ന നിരവധി പേരെ കാണാനില്ല. അതോടൊപ്പം ഏതാണ്ട് 390-400-ഓളം ആൾക്കാർക്ക് തന്നെ, അത്രയും തന്നെ ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല സമ്പാദ്യത്തിൻ്റെ ഒരു വലിയൊരു അംശം നഷ്ടപ്പെട്ട, വലിയൊരു അംശമെന്നല്ല, എല്ലാം നഷ്ടപ്പെട്ട് 100% നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം നമുക്കിടയിൽ ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു കോണിലായി ഒരു ഗ്രാമം തന്നെ, ഒരു പട്ടണം തന്നെ ഇല്ലാതാകുന്നു, ഒരു പ്രദേശം തന്നെ ഇല്ലാതാകുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ആ കടുത്ത നാശനഷ്ടത്തിൽ നമ്മൾ വിറങ്ങലിച്ച് അതിൻ്റെ അന്താളിപ്പിൽ നിന്ന്, ആ ഞെട്ടലിൽ നിന്ന് നമ്മൾ മലയാളികൾ ഇതുവരെ മോചിതരായിട്ടില്ല. ഇനിയും നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരിക്കലുമൊക്കെ ആ പ്രദേശത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ടിലേക്ക് നിരവധി പണം പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാം തുരങ്കം വയ്ക്കാൻ ഒരു വലിയ വിഭാഗം ശ്രമിച്ചുകൊണ്ടുമിരിക്കുന്നു. ഇത് കേരളം രാജ്യത്തിൻ്റെ ഭാഗമല്ലെന്നും മറ്റേതോ ഉഗാണ്ടയിൽ നിന്ന് നൂലെ കെട്ടി ഇറക്കിയതാണ് എന്ന് വിശ്വസിക്കുന്ന കുറേയധികം ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. അത്തരം ആൾക്കാർ പറഞ്ഞു പരത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു നയാ പൈസ സംഭാവന ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഇക്കാലം അത്രയും അവരുടെ അത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ നാട് മുഴുവൻ അലയിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ഈ വലിയ ദുരന്തം കാഴ്ച കാണുവാനായി, ഈ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങൾ നേരിട്ട് കാണുവാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത് അടുത്ത മാസം ഓഗസ്റ്റ് മാസം 10 ആയിരുന്നു. 10 അദ്ദേഹം കേരളത്തിലേക്ക് എത്തി, വയനാട്ടിലെത്തി. മുഖ്യമന്ത്രിയോടൊപ്പം ദുരിതബാധിത പ്രദേശങ്ങളിലൂടെ അദ്ദേഹം സന്ദർശനം നടത്തി. അവിടെയുള്ള ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചു. അവിടുത്തെ കുഞ്ഞുകുട്ടികളെ പോലും അവരുടെ തലയിൽ തലോടി അവരെ ആശ്വസിപ്പിച്ചു, അവരോട് കൊഞ്ചി. അവരുടെ തലോടലുകളിലും അവരുടെ സ്നേഹവായ്പിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനം മയങ്ങിപ്പോയി. അവർക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും എന്ന് ഉറപ്പും നൽകി. ദൈവസമാനനായി അവർക്കിടയിലേക്ക് ചെന്നിറങ്ങുകയായിരുന്നു പ്രധാനമന്ത്രി. അന്നൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സഹമന്ത്രി സുരേഷ് ഗോപി ആയിരുന്നു. സുരേഷ് ഗോപി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വലിയൊരു ബൂട്ടും ഒക്കെ വലിച്ചു കയറ്റിയിട്ട് തല ഉയർത്തി പിടിച്ചൊരു ഗജവീരനെ പോലെയാണ് പ്രധാനമന്ത്രിക്കൊപ്പം നിന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആശ്വസിപ്പിക്കലുകളും സമാധാനപ്പെടുത്തലുകളും സ്നേഹവും ഒക്കെ കണ്ട് കണ്ണിറയുകയായിരുന്നു നമ്മൾ മലയാളികൾ ചെയ്തത്. അത് ഒട്ടുമിക്ക ചാനലുകളിലും ലൈവ് ടെലികാസ്റ്റിംഗ് നടക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി അവിടെ വരുന്നു. പ്രധാനമന്ത്രിയുടെ സ്നേഹത്തെ വാഴ്ത്തിപ്പാടി കുഞ്ഞു കുട്ടികളോട് പോലും പ്രധാനമന്ത്രി കാണിക്കുന്ന കരുതലിനെ ഞാനടക്കമുള്ളവർ അതിനെ ഏറ്റുപിടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കുറിച്ച് നല്ലത് പറഞ്ഞിരുന്നു. അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രധാനമന്ത്രി നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കാട്ടുന്നത് കളവാണെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും ഇത് എന്ന് പറഞ്ഞു വെക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വാക്കുകൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എത്ര കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. 1 മാസത്തിന് മേലെയായി ഇവിടെ ആ വയനാടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, അവർക്കൊരു അടിയന്തര സഹായം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല. ഇതൊരു വിമർശനാത്മകമായി തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇതിനു പ്രളയക്കെടുതി ഉണ്ടായപ്പോൾ നമുക്ക് ഇവിടെ റേഷൻ വിതരണം നടത്തിയതിൻ്റെ അരിയുടെ പണം തിരിച്ചു ചോദിച്ച കേന്ദ്ര സർക്കാരിനെ നമുക്കറിയാം. എയർലിഫ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ചെലവ് ചോദിച്ച കേന്ദ്ര സർക്കാരിനെ നമുക്കറിയാം. ഇതൊക്കെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മനുഷ്യനിൽ നിന്ന് കേരളത്തിന് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളാണ്. ഒരു ഫെഡറൽ സിസ്റ്റത്തിലൊന്നും കേരളം പെടുന്നതല്ല എന്നുള്ള ഒരു ചിന്താഗതി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതെന്താ, കേരളം ഈ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിച്ചു പോകും. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അപ്പോഴാണ് ഈ കേന്ദ്രത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് വ്യക്തമാകുന്നത്. ആന്ധ്രയിലും തെലങ്കാനയിലും ഒരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 35 മാത്രമായിരുന്നു. നമുക്ക് അറിയാം, നമ്മുടെ
കേരളത്തിൽ 400ഓളം ആൾക്കാർ മരണപ്പെട്ടു പോയി എന്ന് നമുക്കറിയാം. അവിടെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും 35 പേർ മരിച്ചപ്പോൾ അവർക്ക് വേണ്ടി നൽകിയ സഹായം 3448 കോടി രൂപയാണ് പ്രളയ ദുരിതാശ്വാസം എന്ന് പറഞ്ഞ അടിയന്തര സഹായ നിധിയായി കേന്ദ്ര സർക്കാർ നൽകിയത്. അതിന് കാരണം നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാൻ, കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി, അദ്ദേഹം അവിടെ പോയി ആ പ്രളയബാധിത പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചു. കൃഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതോടൊപ്പം റോഡുകൾ, അവിടുത്തെ പാലങ്ങൾ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് അവർക്ക് അടിയന്തര സഹായം എന്നുള്ള നിലയിൽ 3448 കോടി രൂപയാണ് അനുവദിച്ചത്. നമുക്കറിയാം SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. അതോടൊപ്പം NDRF എന്ന് പറയുന്ന മറ്റൊരു ഫണ്ടുമുണ്ട്. ഈ SDRFിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചെങ്കിലും ഒരു അടിയന്തര സഹായം 2000 കോടി നിങ്ങൾ അനുവദിക്കണം എന്നിവിടുന്ന് കാലെ പിടിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞു. VD സതീശൻ അടക്കമുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിച്ചു, കത്തുകൾ എഴുതി. ഇതുവരെ കേന്ദ്രം നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് വാസ്തവം. SDRFും NDRFും ഉണ്ട്, എന്നിട്ട് പോലും നമുക്ക് വേണ്ടി ഒരു അടിയന്തര സഹായം 2000 കോടിയാണ് കേരളത്തിൽ നിന്ന് ചോദിച്ചത്. അതുപോലും നമുക്ക് നൽകിയിട്ടില്ല, ഇതുവരെ നൽകിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മാസം 1 കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ? കേരളത്തോട് പോയി ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. എന്താ സുരേഷ് ഗോപി കേരളക്കാരനല്ലേ? എന്താ സുരേഷ് ഗോപി കേരളത്തിലുള്ള ഒരു പ്രജയല്ലേ ഇങ്ങനെ പറയാൻ? എന്നിട്ട് പറയണേ കേരളം ചെയ്യേണ്ടത് ചെയ്തോ എന്ന് ചോദിച്ചു നോക്കാൻ. അവിടുത്തെ ഇതിൻ്റെ കണക്ക് കൂട്ടി ഇതെല്ലാം കൂടെ അറിയിച്ചിട്ടുണ്ടോ? അവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ, അവിടെയുണ്ടായ മനുഷ്യൻ്റെ നഷ്ടങ്ങൾ, കൃഷിയുടെ നഷ്ടങ്ങൾ എന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ. അവിടെ ഒരു വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പൂവിൻ്റെ കണക്ക് പോലും എഴുതി കൊടുക്കണമെന്നായിരുന്നു അന്ന് കേന്ദ്രത്തിൽ നൽകിയ നിർദ്ദേശം. ഇതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കേരളത്തോട് പോയി ചോദിക്കൂ, കേരള സർക്കാരിനോട് പോയി ചോദിക്കൂ എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്ര സഹമന്ത്രി നമ്മളോട് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ആ വയനാട്ടിലുള്ള സാധാരണക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കേരളത്തിന് കിട്ടിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക എടുത്തുകൊണ്ട് പലതരത്തിൽ അവർക്ക് വാടക കൊടുക്കുന്നു, അവർക്ക് 75,000 രൂപ വെച്ച് അനുവദിക്കുന്നു, അവർക്ക് വീടിൻ്റെ വാടകയ്ക്ക് വീടെടുത്തിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം സർക്കാർ അവിടെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിലയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഈ അടവ് നയം. കാര്യം തെലങ്കാനക്കാരെയും ആന്ധ്രാപ്രദേശിലുള്ളവരെയും സന്തോഷിപ്പിച്ച് നിർത്തിയേ പറ്റൂ, രേവന്ത് റെഡ്ഡിയെ സന്തോഷിപ്പിച്ച് നിർത്തിയേ പറ്റൂ. അതാണ് കാരണം. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ 16 മരണമാണ് ഉണ്ടായിരുന്നത്, തെലങ്കാനയിൽ 19 മരണം മാത്രമാണ് ഉണ്ടായിരുന്നത്. കേരളം എന്ന് പറയുന്ന വലിയ സംസ്ഥാനത്തുണ്ടായത് 400ഓളം പേരുടെ മരണമാണ്. ഈ തെലങ്കാനയിലും ആന്ധ്രയിലും കൂടിയാണ് 35 എന്ന് പറയുന്ന കണക്ക് പറഞ്ഞത്. അവർക്കോ 3448 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഇരട്ടത്താപ്പെന്നല്ല വേറൊന്നും പറയാൻ പറ്റില്ല. അക്ഷരാർത്ഥത്തിൽ നമ്മളെ കേരളക്കാരെ കേന്ദ്ര സർക്കാർ വഞ്ചിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ 2 ഫണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, SDRFും NDRFും. ഇനി SDRFിൻ്റെ കാര്യം പറയാം. SDRF പിന്നെ കേന്ദ്രത്തിൻ്റെ മാത്രം ഒരു പദ്ധതിയാണോ? അല്ല. 75% ആ ഫണ്ടിൻ്റെ 75% കേന്ദ്ര സർക്കാരും 25% വഹിക്കുന്നത് സംസ്ഥാന സർക്കാരുമാണ്. അതിലിനി SDRFിൻ്റെ വകയായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും, അതായത് കേരളത്തിന് കിട്ടുന്ന 1852 കോടി രൂപ മാത്രമാണ് കേരളത്തിനായിട്ട് SDRFിൽ നിന്ന് അനുവദിക്കുന്നത്. അത് 2 ഗഡുക്കളായിട്ടാണ് കൊടുക്കുന്നത്. ഇതിലിനി എന്നാ ചോദിക്കും, എന്നാൽ കേരളത്തിന് 1852 കോടി കിട്ടുന്നില്ലേ എന്ന് ചോദിക്കാം. എന്നാൽ ഇതുവരെ കിട്ടിയിരിക്കുന്നത് ഇതുവരെയുള്ള കണക്ക് പ്രകാരം കിട്ടിയിരിക്കുന്നത് 145.6 കോടി രൂപ മാത്രമാണ്. ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ വിഹിതം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ആന്ധ്രാപ്രദേശിന് 6500 കോടിയാണ്. കേരളത്തിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് എന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു തുക. ഇനി നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന ഒരു കണക്കുണ്ട്. ഉത്തർപ്രദേശിന് നൽകുന്നത് 11,000 ചില്ലുവാനും രൂപ, അതായത് 11,361 കോടി രൂപയാണ് ഉത്തർപ്രദേശിന് വേണ്ടി ഈ പറയുന്ന SDRFിൽ നിന്ന് നൽകുന്നത്. ഇനി മറ്റൊരു സംസ്ഥാനമായ ഗുജറാത്തിന് വേണ്ടി 7,802 കോടി രൂപയാണ് അവിടെ ഉത്തർപ്രദേശിന് വേണ്ടി കേന്ദ്ര സർക്കാർ SDRF ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്നത്. അപ്പോഴും
കേരളം ചെറിയ സംസ്ഥാനമാണല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൻ്റെ പുറത്ത് കേരളത്തിന് വെറും 1852 കോടി രൂപ മാത്രം അനുവദിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ആകെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വെറും 145.6 കോടി രൂപ മാത്രമാണ് എന്ന് ഓർക്കുക. ഇവിടെയാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. നമ്മുടെ കേരളം മുഴുവൻ ആഘോഷിക്കുന്ന ഓണക്കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ, വയനാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വിരലനക്കാൻ പോലും നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നൊരു വാസ്തവം. നമുക്കൊരു കേന്ദ്രമന്ത്രിയുണ്ട്, ആ കേന്ദ്രമന്ത്രിക്ക് കേരളത്തോട് പുച്ഛമാണ്. ഇവിടെ നാട് നീളെ നടന്ന ഓരോ കാര്യം അദ്ദേഹത്തോട് ചോദിക്കണമെങ്കിൽ പുള്ളി എവിടെ നിന്ന് വരുന്നോ അതിനനുസരിച്ചുള്ള ചോദ്യമായിരിക്കും. വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ വീട്ടുവിശേഷം ചോദിക്കണം. ആഹാരം കഴിച്ചോ, ചായ കുടിച്ചിട്ടാണോ ഇറങ്ങിയത്, അവിടെ രാവിലെ വർക്കൗട്ടൊക്കെ ചെയ്തോ, രാവിലെ ധ്യാനത്തിലൊക്കെ ഇരുന്ന് യോഗ ചെയ്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പുള്ളിയോട് ചോദിക്കാവൂ. അതിനൊക്കെ ഒരുപാട് നല്ല രസകരമായ ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് വരുവാണെങ്കിൽ ഹോട്ടലിലെ ഫുഡിനെ കുറിച്ച് ചോദിക്കാവൂ. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കണമെങ്കിൽ അദ്ദേഹം ലോക്സഭയിൽ നിന്ന് ഇറങ്ങി വരണം. ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മാത്രമേ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറെ കർക്കശമായ നിയമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ കേന്ദ്രമന്ത്രി. ഇവിടെ കേരളത്തിന് വേണ്ടി കേന്ദ്രമന്ത്രി എന്ത് ചെയ്തു? ഇവിടെ കുറെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു പ്രകൃതക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്കറിയാവുന്ന മറ്റൊരാൾ കൂടിയുണ്ടല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു നമുക്ക് വേണ്ടിയിട്ട്? അദ്ദേഹം അവിടെ പോയി അവിടെ എല്ലാം കണ്ട് സംസാരിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ തിരിച്ചു പോന്നു. അല്ലാതെ ഈ 2 കേന്ദ്രമന്ത്രിമാർ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നിട്ട് പോലും വയനാടിന് വേണ്ടി ഒരു കാര്യം അവിടെ പറയാനോ, വയനാടിന് വേണ്ടി 1 രൂപയെങ്കിലും കേരളത്തിലേക്ക് കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല. ഒരു സഹായം എത്തിക്കാൻ ഇതുവരെ ഈ 2 കേന്ദ്രമന്ത്രിമാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം. ഇതിനകത്ത് ഈ കണക്കുകൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ്. കേരളം പോലെ ഇത്രയും ദുരിതം അനുഭവിച്ച 400ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനത്തിന് വേണ്ടി കനിഞ്ഞനുവദിക്കാൻ പറ്റിയ തുക എന്ന് പറഞ്ഞാൽ വെറും 1852 കോടി രൂപ മാത്രം. അതിലാകെ 145 കോടി രൂപയാണ് നമുക്ക് തന്നത്. നമ്മുടെ കണക്കുകൾ പ്രകാരം എവിടെയെങ്കിലും എത്തുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. അടിയന്തര സഹായം വേണം എന്ന് പറഞ്ഞ് പല തവണ അവിടെ സമീപിച്ചിട്ടും പുറംകാല കൊണ്ട് ചവിട്ടി എറിഞ്ഞല്ലാതെ അതിനൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളെ ഇത്രത്തോളം ദ്രോഹിക്കുമ്പോൾ എന്താ നമ്മുടെ കേരളം ഇന്ത്യയിൽ തന്നെ അല്ലേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചോദിച്ചു പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.